ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തു വരുന്ന LGS മെയിൻസിന് വേണ്ടിയിട്ടുള്ള മാതൃകാ പരീക്ഷയുടെ ഒരു വീഡിയോയാണ് ഇന്നത്തേതും. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കിട്ടുന്ന സ്കോർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അതേപോലെ തന്നെ LGSനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്ത പ്രസ്താവന. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ്. 1997 തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. അതായത് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ തമിഴ്നാട്ടിൽ വിവരാവകാശ നിയമം പാസാക്കിയിരുന്നു. തമിഴ്നാടിനെ കൂടാതെ മറ്റ് ചില സംസ്ഥാനങ്ങളും നേരത്തെ തന്നെ വിവരാവകാശ നിയമം പാസാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. രാജസ്ഥാൻ, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ 2000, അതുപോലെ ഡൽഹിയിൽ 2001, മഹാരാഷ്ട്ര, അസം എന്നീ സംസ്ഥാനങ്ങളിൽ 2002, മധ്യപ്രദേശ് 2003, ജമ്മു കാശ്മീർ 2004. ഇത്രയും സംസ്ഥാനങ്ങൾ ശരിക്കും ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ വിവരാവകാശ നിയമം പാസാക്കിയിരുന്നു. വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? വിവരാവകാശ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. പൊതു അധികാര സ്ഥാപനങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യതയും അതുപോലെ തന്നെ ഉത്തരവാദിത്തവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക. തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിയെ തിരിച്ചറിയുക. ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം. ഓപ്ഷൻ സി ആറ്റിങ്ങൽ കലാപം. ശരിക്കും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ്. ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. വാസ്കോഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയ വർഷം. വാസ്കോഡ ഗാമ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ വർഷം ഏത്? ഓപ്ഷൻ എ 1498. അടുത്ത ചോദ്യം, മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകം ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ഏത് വിദേശ ശക്തികളുടെ സംഭാവനയാണ്? ഓപ്ഷൻ ബി ഡച്ചുകാർ. ഏതാനും വർഷങ്ങളും സംഭവങ്ങളും ചുവടെ ചേർക്കുന്നു. അവയെ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി കല്ലുമാല സമരം 1915, വില്ലുവണ്ടി സമരം 1893, ഈഴവ മെമ്മോറിയൽ 1896, ചാന്നാർ ലഹള 1859. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച വ്യക്തി ആര്? ഓപ്ഷൻ സി ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ബ്രഹ്മസമാജവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ.
ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം ശരി. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. താഴെ പറയുന്നവയിൽ ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആകാത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ദാദാഭായ് നവറോജി പ്രസിഡന്റ് ആകാത്ത കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ 1890. 1890 കൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ഫിറോസ് ഷാ മേത്തയായിരുന്നു. അടുത്ത ചോദ്യം, റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി. റൗലറ്റ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയി താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ ഡി, ചെംസ്ഫോർഡ് പ്രഭു. നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിരുന്ന കർമ്മപരിപാടികളിൽ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിരുന്ന കർമ്മപരിപാടികളിലെ ബഹിഷ്കരണ പ്രവർത്തനങ്ങളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി, അയിത്തോച്ചാടനം. അയിത്തോച്ചാടനം നിസ്സഹകരണ സമരത്തിൻ്റെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ്. ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഭജന രചിച്ചത് ആര്? രഘുപതി രാഘവ രാജാറാം എന്ന ഭജന രചിച്ചത് ആര്? ഓപ്ഷൻ ബി, ലക്ഷ്മൺ ആചാര്യ. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ചത് ഏത് വർഷമാണ്? അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ഓപ്ഷൻ ഡി, 2023. ലോക ഭൗമ ദിനം. ലോക ഭൗമ ദിനമായി ആചരിക്കപ്പെടുന്ന ദിവസം ഏതാണ്? ഓപ്ഷൻ എ, ഏപ്രിൽ 22. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ, ഭൂവൽക്കം. താഴെ പറയുന്നവയിൽ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം ഏത്? താഴെ പറയുന്നവയിൽ ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണം. ഓപ്ഷൻ സി, ഡോളമൈറ്റ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പർവ്വതനിര. ഓപ്ഷൻ ബി, ആൻഡീസ്. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണെങ്കിൽ അത് ഹിമാലയം. മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഏത്? മഞ്ഞുതീനി എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം. ഓപ്ഷൻ ബി, ചിനൂക്ക്. മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏതാണ്? താഴെ പറയുന്നവയിൽ മഴയ്ക്ക് കാരണമാകുന്ന മേഘങ്ങൾ ഏത്? ഓപ്ഷൻ ഡി, നിംബസ്. കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കാനായി ധരാതലീയ ഭൂപടത്തിൽ ഉപയോഗിക്കുന്ന നിറം ഏത്? കൃഷിസ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നതിനു വേണ്ടി ധരാതലീയ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന നിറം. ഓപ്ഷൻ ബി, മഞ്ഞ. അടുത്ത ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ. സമുദ്രനിരപ്പിൽ നിന്ന് തുല്യ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ ഏത്? ഓപ്ഷൻ എ, കോണ്ടൂർ രേഖകൾ. ഗംഗാ നദി ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഗംഗാ നദി ജലസന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി, ഇന്ത്യ, ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. ഓപ്ഷൻ സി, ബ്രഹ്മപുത്ര. ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തര മഹാസമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ പെടാത്ത സംസ്ഥാനം. ഓപ്ഷൻ ബി, ഗുജറാത്ത്. സുവർണനാര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന
നാണ്യവിള ഏത്? സുവർണ്ണ നാര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാണ്യവിള. ഓപ്ഷൻ സി ചണം. ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെ സ്ഥാപിച്ച തെർമൽ പവർ സ്റ്റേഷനാണ് നെയ്വേലി? നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിക്കാനായിട്ട് സഹായിച്ച രാജ്യം. ഓപ്ഷൻ ബി റഷ്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ. ഇന്ത്യയുടെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ ന്യൂട്രോൺ റിയാക്ടർ ഏതാണ്? ഓപ്ഷൻ എ കാമിനി. കേരളത്തിൽ വന്ദേ ഭാരത് ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്തത് എന്ന്? കേരളത്തിൽ വന്ദേ ഭാരത് ഔദ്യോഗികമായി ഫ്ലാഗ് ഓഫ് ചെയ്ത ദിവസം. ഓപ്ഷൻ ഡി 2023 ഏപ്രിൽ 25. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം എന്ത്? വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം. ഓപ്ഷൻ ഡി ഓറഞ്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.